തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ വോട്ടർ പട്ടിക റദ്ദാക്കി. ഇനി SIRൽ പേര് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയ പാർട്ടികളുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അപേക്ഷ ഇതായിരുന്നു: അർഹതയില്ലാത്തവരെ വോട്ട് നിരുത്സാഹപ്പെടുത്തണം, ഒഴിവാക്കണം എന്നായിരുന്നു ആപ്ലിക്കേഷൻ. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വോട്ടർ പട്ടിക തന്നെ റദ്ദാക്കുകയാണ് ചെയ്തത്. 2002 വോട്ടർ പട്ടികയെ ആധാരമാക്കിയിട്ടാണ് പരിഷ്കരണം. എങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം. 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കും അവരുടെ മക്കൾക്കും രേഖകളൊന്നും സമർപ്പിക്കാതെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവർ കമ്മീഷൻ പറയുന്ന 12 രേഖകളിൽ ഒന്ന് സമർപ്പിക്കണം. സർക്കാർ ജീവനക്കാരാണെങ്കിൽ തിരിച്ചറിയൽ കാർഡ്, പെൻഷനറെങ്കിൽ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ. സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, LIC, പൊതുമേഖലാ ബാങ്കുകൾ എന്നിവ 1987 മുമ്പ് നൽകിയ തിരിച്ചറിയൽ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, അംഗീകൃത ബോർഡുകളും സർവകലാശാലകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, സ്ഥിരതാമസം തെളിയിക്കുന്ന സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ദേശീയ പൗരത്വ രജിസ്റ്റർ ബാധകമാകുന്നിടത്തും സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ, സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്. 2002 വോട്ടർ പട്ടിക പ്രകാരമാണ് ഇനി പ്രക്രിയ നടക്കുക. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഏകദേശം ആ രൂപത്തിൽ പട്ടിക തയ്യാറാക്കുമ്പോൾ ഏകദേശം 50 ലക്ഷം പേരുടെ വോട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിൽ മരണപ്പെട്ടു പോയവർ പെടും, 2 വോട്ടുള്ളവർ പെടും, കുടിയേറി പാർത്തവരുടെ വോട്ടുകളും പെടും. 2002 വോട്ടർ പട്ടിക പ്രകാരം നിങ്ങളുടെ പേരില്ല, നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരുമില്ല. നിങ്ങൾ എന്ത് ചെയ്യും? ആ രീതിയിലുള്ള ആളുകളെ 3 തരമായിട്ടാണ് തിരിച്ചത്. ആ 3 തരം ഇതൊക്കെയാണ്: 1987 ജൂലൈ 1 മുമ്പ് ജനിച്ചവർ, ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ. 1987 ജൂലൈ 1, 2004 ഡിസംബർ 2 ജനിച്ചവർ, ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ. മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാളുടെ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ. 2004 ഡിസംബർ 2 ശേഷം ജനിച്ചവർ, ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ. രക്ഷിതാക്കളിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ. വോട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ജനന സമയത്തുള്ള രക്ഷിതാവിൻ്റെ വിസയുടെയും പാസ്പോർട്ടിൻ്റെയും പകർപ്പ് നൽകണം. എന്നാൽ 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളെ പേര് ഉണ്ടെങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കൽ നിർബന്ധമാണ്. നിങ്ങൾ പൗരത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രം കൊടുക്കണ്ട. നിങ്ങളെ വോട്ടർ പട്ടികയിൽ ലിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം തെളിയിച്ചാൽ മതി. 2025 ഒക്ടോബർ 28, നവംബർ 3 എന്യൂമറേറ്റർമാരുടെ പരിശീലനം. 2025 നവംബർ 4, ഡിസംബർ 4 വീടുവീടാന്തരം അപേക്ഷാ ഫോറം വിതരണം ചെയ്യും. 2025 ഡിസംബർ 9 SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. 2025 ഡിസംബർ 9, ജനുവരി 8 വോട്ടർ പട്ടികയിലെ ആവലാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാം. 2025 ഡിസംബർ 9, ജനുവരി 31 പരാതികളിൽ നോട്ടീസും ഹിയറിങ്ങും പരിശോധനയും നടക്കും. 2026 ഫെബ്രുവരി 7 SIR അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും.